ഹലോ. കുറേ നാളുകൊണ്ട് എനിക്ക് ഡി എമ്മിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ആൺകുട്ടികൾക്കുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുണ്ടോ അണ്ടർ ഗവൺമെൻറ്? സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ 100% സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ടാക്സ് ബെനിഫിറ്റ്സ് വിത്ത് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഈ ഒരു സ്കീം നിങ്ങൾക്കുള്ളതാണ്. PPF സ്കീം, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. PPF ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓൾ ഇന്ത്യൻസ് ആർ എലിജിബിൾ ഫോർ ദിസ് അക്കൗണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ പാരൻസിന് പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. മിനിമം 500 രൂപയും മാക്സിമം 1.5 ലക്ഷം രൂപയാണ് ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അത് എല്ലാ മാസമായിട്ടോ അല്ലെങ്കിൽ വൺ ടൈം പേയ്മെൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ കയ്യിൽ പൈസ ഉള്ളത് ആ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണിത്. ലോക്ക് ഇൻ പീരിയഡ് 15 ഇയേഴ്സ് ആണ്. 15 ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു അക്കൗണ്ട് മെച്യൂർഡ് ആവുള്ളൂ. ആസ് പെർ ടുഡേ 7.1% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഇയർലി. PPF കംസ് അണ്ടർ EEE കാറ്റഗറി. ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. പിന്നെ നമുക്കതിന് കിട്ടുന്ന ഇൻട്രസ്റ്റും മെച്യൂരിറ്റി എമൗണ്ടും ഫുള്ളി ടാക്സ് ഫ്രീ ആണ്. 50% പാർഷ്യൽ വിഡ്രോവൽ അലൗഡ് ആണ്, ബട്ട് ഓൺലി ആഫ്റ്റർ 7 ഇയേഴ്സ്. ഇതിലൊരു ലോൺ ഫെസിലിറ്റി കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു അക്കൗണ്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം 3-ാമത്തെ വർഷത്തിന് ശേഷം, അതായത് 3 to 6 ഇയേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ടോട്ടൽ എമൗണ്ടിന് 25% നമുക്ക് ലോൺ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ആ ലോൺ റീപേ ചെയ്യാൻ നമുക്കൊരു 36 മന്ത്സ് വരെ ഇളവ് കിട്ടുന്നതായിരിക്കും. സേഫ്റ്റി ആൻഡ് ഗ്യാരണ്ടി നോക്കുകയാണെങ്കിൽ അണ്ടർ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇതൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും മെച്യൂരിറ്റി എമൗണ്ടും നമ്മുടെ കയ്യിൽ കിട്ടും. അതിൻ്റെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ PPF അക്കൗണ്ട് നമുക്ക് ട്രാൻസ്ഫറബിൾ ആണ്. ബാങ്ക് ടു പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് ടു ബാങ്ക്, അങ്ങനെ പ്രത്യേകിച്ച് ഹിഡൻ ചാർജസ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പ്രിമച്വർ ക്ലോഷർ ഓപ്ഷൻ ഉണ്ട്. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിൻ്റെ 1% ഇൻട്രസ്റ്റ് ലെസ്സായിട്ട് മാത്രമേ നമുക്ക് ഫുൾ വിഡ്രോവലായിട്ട് എടുക്കാം. PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് കുട്ടിക്കാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, പാൻ കാർഡ്, ഫോട്ടോ വേണം. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ് വേണ്ടി വരും. പിന്നെ കുട്ടിയുടെ ഫോട്ടോയും കൂടെ വേണ്ടി വരും. എല്ലാ വർഷവും 50,000 വെച്ചിട്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് മാത്രം 6,06,070 റുപ്പീസ് കിട്ടും. മെച്യൂരിറ്റി വാല്യൂ 13,56,070 റുപ്പീസ് ആയിരിക്കും. ഇനി ഇയർലി നമ്മൾ 1,50,000 ആണ് പേ ചെയ്യുന്നതെങ്കിൽ 7.1% ഓഫ് ഇൻട്രസ്റ്റിൽ ആഫ്റ്റർ 15 ഇയേഴ്സ് നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 40,68,209 റുപ്പീസ്. ഓൺലൈൻ PPF കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങളുടെ ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മെച്യൂരിറ്റി വാല്യൂ എത്രയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ചുരുക്കി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, റിസ്ക് ഫ്രീ ആയിട്ടുള്ള, ടാക്സ് ഫ്രീ ആയിട്ടുള്ള, അണ്ടർ ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയോ നോക്കുന്നുണ്ടെങ്കിൽ PPF ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓൺ ദിസ്, പ്ലീസ് കമൻറ്റ് ബിലോ.